കോഴിക്കോട് വെള്ളിമാടുകുന്ന് മാനാഞ്ചിറ റോഡ് നിർമ്മാണത്തിലെ അട്ടിമറിയിൽ ബി.ജെ.പിയുടെ പ്രതിഷേധ കൂട്ടായ്മ. മലാപ്പറമ്പ് ജംഗ്ഷനിൽ ബി.ജെ.പി സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം നിർവഹിക്കും. അവിടുന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രകാശ് ബാബുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ പ്രശാന്ത് കുമാർ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ആദരണീയനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ പി രഘുനാഥ്, പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് വി കെ സജീവൻ, വാർഡ് കൗൺസിലർ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം സരിത പറയേരി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടി നേതാക്കളായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ജോയ് വളവിൽ, രമണിബായി, കൗൺസിലർ ടി റെനീഷ്, ഷിനു പിന്നാനത്ത്, അഡ്വക്കേറ്റ് സബിത ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ പ്രദേശത്ത് നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ, നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇന്ന് വൈകിട്ട് കലക്ട്രേറ്റിന് മുന്നിൽ മാനാഞ്ചിറയിൽ നിന്ന് മലാപ്പറമ്പ് വരെയുള്ള റോഡിന്റെ വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നീണ്ട 3 പതിറ്റാണ്ടുകാലമായി കോഴിക്കോടിന്റെ തന്നെ വികസനത്തിന്റെ വലിയ സ്വപ്നങ്ങളാണെന്ന്, അത് പൂവണിയുന്നു എന്ന് കെട്ടിഘോഷിച്ചിട്ടുള്ള ഒരു പദ്ധതി സ്ഥലം ഏറ്റെടുക്കുമ്പോഴോ ഫണ്ട് അനുവദിക്കുമ്പോഴോ ഒന്നും കാണാത്ത ചില വിചിത്രമായിട്ടുള്ള വാദം ഉദ്ഘാടന സമയത്ത് പ്രഖ്യാപിക്കുകയാണ്. ആ വിചിത്രമായിട്ടുള്ള വാദം എന്ന് പറയുന്നത്, ഈ റോഡ് മാനാഞ്ചിറയിൽ നിന്ന് വെള്ളിമാടുകുന്നിലേക്കല്ല, പകരം ഇത് മലാപ്പറമ്പിൽ അവസാനിക്കുകയാണ്. അങ്ങനെ അവസാനിപ്പിക്കുന്നതിന് അവർ കാരണമായി പറയുന്നത്, മലാപ്പറമ്പിൽ നിന്ന് മുത്തങ്ങയിലേക്ക് NH 766 വരുന്നുണ്ട്. അങ്ങനെ NH 766 വരുന്നത് കൊണ്ട് മലാപ്പറമ്പ് മുതൽ അങ്ങോട്ടുള്ള വികസനം ആവശ്യമില്ല. ഞങ്ങൾ ഈ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ സംഘാടകരോട് പറഞ്ഞു, 400ഓളം പാവപ്പെട്ട നമ്മുടെ സഹോദരന്മാർ ഒരു നാട് വികസിക്കുന്നത്ര വികസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ വീടും സ്ഥലവും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം തന്നെ എഴുതി കൊടുത്തു ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ഫണ്ട് അനുവദിച്ചു, സ്ഥലം ഏറ്റെടുത്തു. എല്ലാ പ്രക്രിയകളും പൂർത്തിയായി അവസാനം ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നത് വരെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്കോ കേരള സർക്കാരിനോ ഈ NH 76 എന്നുള്ള 766 കുറിച്ചോ മുത്തങ്ങയെ കുറിച്ചോ ഓർമ്മയില്ല. വലിയൊരു ഗൂഢാലോചന ഈ റോഡിന്റെ വികസനം അട്ടിമറിക്കാൻ വേണ്ടി നടന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ ആ പ്രതിഷേധ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുള്ളതും ഒപ്പം തന്നെ ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിക്കാനും മുന്നോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ബഹുമാന്യനായിട്ടുള്ള MGSന്റെ ലോകാരാധനായിട്ടുള്ള MGSന്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഈ റോഡിന്റെ വികസനവുമായി പതിറ്റാണ്ടുകളായി നടന്നു വന്നിട്ടുള്ളതാണ്. ആ ഒരു പ്രക്ഷോഭം തുടങ്ങാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ ബോധ്യമുള്ളതാണ്. സംസ്ഥാനത്തിന്റെ മന്ത്രിമാരും നാട് ഭരിച്ച മന്ത്രിമാരും ഉദ്യോഗസ്ഥരും തമ്മിൽ പല ഘട്ടങ്ങളിലും ഈ റോഡിന്റെ വികസനം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 30 കൊല്ലം മുമ്പ് 95-ൽ ഈ റോഡ് വികസനം കോഴിക്കോടിന്റെ മാസ്റ്റർ പ്ലാൻ ആണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ജനഹൃദയങ്ങളിലേക്ക് വലിയ ആവേശം കൊള്ളിച്ചപ്പോ ഓരോ 5 വർഷവും പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും, ഫണ്ട് പ്രഖ്യാപിക്കും, സംസ്ഥാനം ഫണ്ട് പ്രഖ്യാപിക്കും, ജില്ലാ കലക്ടർ ഫണ്ട് ചുരുക്കും. അങ്ങനെ ഇത് തമ്മിൽ വിവാദമാകും. ആദ്യഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെന്റ് 25 കോടി രൂപ പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ ഇവിടത്തെ കോഴിക്കോടിന്റെ കലക്ടർ പറഞ്ഞു 10 കോടിയുടെ പ്ലാന് മതി. അങ്ങനെ ഒരു പ്രൊജക്ട് സമർപ്പിച്ചു, വിവാദമായി, അത് നിന്നുപോയി. പിന്നീട് 50 കോടി പ്രഖ്യാപിച്ചപ്പോ ഉദ്യോഗസ്ഥർ പറഞ്ഞു 49 കോടി രൂപയെ ഫണ്ടുള്ളൂ. അങ്ങനെയാണ് MGSനെ പോലുള്ള
മാത്യുവിനെ പോലുള്ള ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള പൊതുപ്രവർത്തകരും അതേപോലെ തന്നെ വിശിഷ്ട വ്യക്തികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ധിക്കാരികളായിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും ഭരിക്കുന്നവർക്കുമെതിരെ വലിയ പ്രതിഷേധം വേണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഈ പ്രദേശത്തെ ഈ സമരം സംഘടിപ്പിച്ച പ്രദേശത്ത് 2 തവണ ഭൂമി ഏറ്റെടുത്തിട്ടുള്ള സ്ഥലമാണ്. 2008 കോഴിക്കോട് നഗരവികസന പാതയുടെ പദ്ധതിയിലൂടെ ഈ പദ്ധതി ഇനി നടപ്പിലാക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ടാണ് 11-ൽ സ്ഥലമേറ്റെടുക്കാൻ വിജ്ഞാപനം വന്നിട്ടുള്ളത്. അങ്ങനെ സ്ഥലമേറ്റെടുക്കാനുള്ള വിജ്ഞാപനത്തിന്റെ ഉത്തരവ് പോലും ഈ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ചേർന്ന് ഇത് അട്ടിമറിക്കാനുള്ള പരിശ്രമത്തിനിടയിൽ കാണാതായി. അങ്ങനെ മലാപ്പറമ്പ് ഏറ്റെടുത്ത സ്ഥലം വീണ്ടും ഏറ്റെടുക്കാൻ പിന്നീട് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടി വന്നു. ഇങ്ങനെ എങ്ങനെയാണ് ഒരു വികസനം സമർത്ഥമായി അട്ടിമറിക്കുക എന്നുള്ള ഗവേഷണം നടത്തിയിട്ടുള്ള നാറിയ ഗവൺമെന്റുകളാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ 30 കൊല്ലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസെ, താങ്കൾ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയല്ലേ? താങ്കളോട് ആരാ പറഞ്ഞത് ഈ റോഡിന് വേണ്ടിയുള്ള പദ്ധതിയും ഫണ്ടുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്? മലാപ്പറമ്പിൽ നിന്ന് മുത്തങ്ങയിലേക്ക് NH766 വേണ്ടി ഏതെങ്കിലും ഒരു ഫണ്ട് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് അനുവദിച്ചതായിട്ട് താങ്കൾക്ക് പത്രമാധ്യമങ്ങളോട് പറയാൻ വേണ്ടി സാധിക്കുമോ? അങ്ങനെ ഒരു പ്രൊജക്ടിനുള്ള അംഗീകാരം ഈ രാജ്യത്തെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതിനെ കുറിച്ച് താങ്കൾക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്? ഞങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെ ഈ മുത്തങ്ങയിലേക്കുള്ള NH766 വേണ്ടി ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിൽ അത് താങ്കൾ പറയേണ്ട അവസരം ഈ ഉദ്ഘാടനത്തിന്റെ തലേ ദിവസമായിരുന്നില്ല. അതവിടെ സൂചിപ്പിച്ചത് 8.4 കിലോമീറ്റർ ദൂരം. ആ 8.4 കിലോമീറ്റർ ദൂരത്ത് മുഴുവൻ സ്ഥലങ്ങളും ഏറ്റെടുത്ത് 400-500 പേർ സ്ഥലം വിട്ടുകൊടുത്ത് ഉദ്ഘാടനം കഴിയുമ്പോ അത് 5.4 കോടി, 5.4 കിലോമീറ്റർ. ഒന്നുകിൽ നിങ്ങൾ ഇതിന്റെ ഫണ്ടിന്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് പറയണം. കാരണം കഴിഞ്ഞ 30 കൊല്ലമായി നിങ്ങൾ ജനങ്ങളെ വഞ്ചിച്ചിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. UDF ഗവൺമെന്റും LDF ഗവൺമെന്റും മാറി മാറി സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അട്ടിമറിക്കുകയും ചെയ്തു. ഇതാ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ നോക്കൂ, നിങ്ങൾ ഇതിന്റെ 100 മീറ്റർ അപ്പുറത്തുകൂടെ 65,000 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. പ്രഖ്യാപിച്ച് 3-4 കൊല്ലം കൊണ്ട് ആ പദ്ധതി പ്രഖ്യാപിച്ച് നടപ്പിലാക്കി മാതൃക കാണിച്ചെടുത്താണ് 30 കൊല്ലമായി ഒരു 130 കോടി രൂപയുടെ പദ്ധതിയുമായി ഇഴഞ്ഞു നീങ്ങുന്ന ഗവൺമെന്റുകൾ ഇന്ന് ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്നത്. അതാ ഞങ്ങൾ ചോദിച്ചത്, എങ്ങനെയാ ഒറ്റ പ്രൊജക്ട് രണ്ടായിട്ടുള്ളത്? അറിയണ്ടേ? ഒരു പ്രൊജക്ട് എങ്ങനെ രണ്ടായി? ഈ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ബഹിഷ്കരിച്ചിട്ടുള്ളത്. ഇത് ഈ നാടിന്റെ സ്വപ്നമാണ്. ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾ ഓരോ കാരണങ്ങൾ പറഞ്ഞു. ഇന്ന് 766 NH-ന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഒരു 5 കൊല്ലം നിങ്ങൾ പറഞ്ഞത് ഇതുവഴി CWRDM-ലേക്കുള്ള ഒരു റോഡുണ്ട്, അങ്ങനെയാ പറഞ്ഞത്. നമുക്ക് ഓർമ്മയുണ്ട്. ഇതൊന്നും മറവി ഒരുപക്ഷെ പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും കേരളം ഭരിച്ച UDF-ന്റെയും മന്ത്രിമാരുടെയും സ്വഭാവമാണെങ്കിൽ അങ്ങനെയുള്ള മറവി രോഗം ഈ പ്രദേശത്തെ വള്ളിമാടുകുന്ന്, ഈ മലാപ്പറമ്പ്, കോഴിക്കോട് നഗരത്തിലെ ജനങ്ങൾക്കില്ല എന്ന് ദയവ് നിങ്ങൾ ഓർക്കണം. ഫണ്ടില്ലെന്ന് പറയും. CWRDM-ലേക്കുള്ള റോഡുണ്ട്, അതുകൊണ്ട് ഇതുവഴി റോഡ് വേണ്ടെന്ന് പറയും. കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തെന്ന് പറയും. ഇനി അങ്ങനെ ഇത് കോഴിക്കോട് വെള്ളിമാടുകുന്ന് മാനാഞ്ചിറ റോഡ് നിർമ്മാണത്തിലെ അട്ടിമറിയിൽ BJPയുടെ പ്രതിഷേധ കൂട്ടായ്മയാണ് നടക്കുന്നത്.